80 ഔട്ട് ഓഫ് 100. എല്ലാരും ക്ലാപ്പ് ചെയ്തേ. ശ്വേത 85 ഔട്ട് ഓഫ് 100. എല്ലാരും ക്ലാപ്പ് ചെയ്തേ. രാഹുൽ 35 ഔട്ട് ഓഫ് 100. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എഴുതിയതിനുള്ള മാർക്കല്ലേ നിനക്ക് കിട്ടുള്ളൂ. ഒരല്പം പോലും പഠിക്കത്തില്ല. പക്ഷെ നല്ല കുട്ടിയാണെന്നും പറഞ്ഞങ്ങ് നടന്നോളൂ. പോയിരിക്കെ. നില, എല്ലാവരും നിലയ്ക്ക് വേണ്ടി ഒന്ന് കൈയടിച്ചേ. ഹൺഡ്രഡ് ഔട്ട് ഓഫ് 100. 100 മാർക്ക് വാങ്ങിച്ചോ? അപ്പൊ എന്നെക്കാട്ടും കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കാണുമല്ലോ. ഇനിയിപ്പൊ എന്താ ഞാൻ ചെയ്യാ? കീപ് ഇറ്റ് അപ്പ് നില. ഇതുപോലെ എല്ലാ എക്സാമിനും ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. ഓക്കേ മാം. ആഞ്ജനയ, എന്തൊരു പരീക്ഷണമാണത്. എന്നെ കൈവിടല്ലേ. അവളെക്കാട്ട് 1 മാർക്ക് അതിലേക്ക് കൂടുതൽ വേണം. കവീൻ, ഇവിടെ വാ. ആഞ്ജനയ, 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 ആഞ്ജനയ. എന്താടാ ഇത്? എക്സാം പേപ്പറിൽ ശ്രീരാമജയ എഴുതി വെച്ചിരിക്കുന്നു. നിനക്ക് അല്പം പോലും ബുദ്ധിയില്ലേ? എന്തിനാടാ അത് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? നിന്നോടല്ലേ ചോദിക്കുന്നേ, നീ അതിന് മറുപടി പറയേ. ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചേ? എക്സാം പേപ്പറിൽ മുഴുവൻ ശ്രീരാമജയ എഴുതി വെച്ചിരിക്കുക. പഠിച്ചതെല്ലാം മറന്നുപോയി മിസ്. അതുകൊണ്ടാണ് ദൈവത്തിന് വിളിച്ചു പോയത്. അവസാനം എന്റെ ആഞ്ജനേയനും എന്നെ കൈവിട്ടു. നീ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ആ ദൈവം നിന്നെ സഹായിച്ചേനെ. ഒന്നും പഠിക്കാതെ മുഴുവൻ ശ്രീരാമജയ എഴുതി വെച്ചാ പിന്നെ എങ്ങനെയാ മാർക്ക് കിട്ടുന്നത്? നോക്കുകവൻ, ദൈവവിശ്വാസം ഉള്ളതെന്ന് തെറ്റല്ല. പക്ഷെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നീ പഠിച്ചേ പറ്റൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ഉത്തരം എഴുതിയാലേ നിനക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയാ പരീക്ഷയിൽ എഴുതേണ്ടത്. നിനക്ക് 0 മാർക്കാ. വാങ്ങിച്ചോ. അളിയാ, ഡോണ്ട് വറിഡാ, ബി ഹാപ്പി. അയ്യോ, വട പോയല്ലോ. വടയോ? എവിടെ? ഉഴുന്ന് വടയാണോ പരിപ്പ് വടയാണോ? ആ, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കളിക്കാം. വട കഴിച്ചിട്ട് കൊറേ കാലായി. അയ്യോ, ഇവൻ തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അയ്യോ, അവളുടെ ഒരു ചളുക്ക് മുഖം കണ്ടില്ലേ? കണ്ടില്ലേ അവൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഈ കടയും വേണ്ട ജോലിയും വേണ്ടെന്ന് പറഞ്ഞ് എവിടേക്കെങ്കിലും ഓടിപ്പൊയ്ക്കൂടെ അവൾക്ക്? മാഡം, അങ്ങനെ എളുപ്പത്തിൽ ഇവിടുന്ന് ഓടിപ്പോകാൻ പറ്റുന്ന കേസല്ലത്. നമ്മളായിട്ട് വിരട്ടി വിട്ടാൽ മാത്രമേ ഇവിടെ പോവുള്ളൂ. എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യം ചെയ്യേണ്ടി വരും. വിജി, നിന്റെ കൈ മുറിഞ്ഞിരിക്കല്ലേ? നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നേ? ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം നിന്നെ. വേണ്ട യമുന, ഈ ജോലി എന്നോട് ചെയ്യാൻ പറഞ്ഞല്ലേ. ഇനി ഞാൻ ചെയ്തില്ലെങ്കിൽ അതിന് വേറെ പ്രശ്നം ഉണ്ടാക്കവര്. എന്തിനാ വേണ്ടാത്ത ഓരോന്നുണ്ടാക്കുന്നത്? നീ അതൊന്നും ആലോചിക്കണ്ട. ഒന്നത് കൈ നല്ല മുറിഞ്ഞിരിക്കുക. വീണ്ടും നീ ഇതൊക്കെ ചെയ്തിട്ട് മുറിവിന് എന്തേലും പറ്റിയാലോ? ഞാൻ കൂടെ സഹായിക്കാം.
ഏയ് യമുനെ, നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? കടയിൽ വേറെ എന്ത് ചെയ്യാനാ? ജോലിയല്ലേ ചെയ്യണ്ടേ? ഞാൻ എന്റെ ജോലി ചെയ്യുക. എന്താ ഓവർ സ്മാർട്ട് ആയിട്ട് എന്നോട് സംസാരിക്കാന്ന് കരുതിയോ? ഇത് നിന്നോട് പറഞ്ഞ ജോലിയല്ല. നീ പോയി കസ്റ്റമറെ നോക്ക്. മാഡം, വിജിയുടെ കൈ നന്നായി മുറിഞ്ഞിരിക്കുക. എന്നിട്ടാണോ അവൾക്ക് ഇങ്ങനത്തെ ജോലി കൊടുത്തിരിക്കുന്നത്? അത് ശരിയല്ലെന്ന് മാഡത്തിന് തോന്നുന്നില്ലേ? ഇത് വേണോന്ന് പറഞ്ഞ അവളെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ? എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ? യമുനെ, എന്തിനാ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നീ വിട്. ഈ ജോലി ചെയ്യുന്ന എനിക്കൊരു ബുദ്ധിമുട്ടല്ല. ഞാൻ നോക്കിക്കോളാം. നീ ചെല്ലു. വിജി, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഇങ്ങനെ വിട്ടുകൊടുക്കുന്നോണ്ടാ തലേ കയറി നിരങ്ങുന്നേ. നിനക്ക് ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് കണ്ടിട്ടാ. ഞാനുണ്ട് നിനക്ക്. എന്റെ ഫ്രണ്ടിന് വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാവും. എന്താടി യമുനെ, നിനക്ക് ഈ ജോലി വേണ്ടെന്ന് വെച്ച് പോണെന്നാണോ? അങ്ങനെയാണോ? ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓണറോട് പറയട്ടെ ഞാൻ. പിന്നെ രണ്ടെണ്ണം ഒരുമിച്ച് ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് കാണാം നമുക്ക്. എന്താ ഓണർ എടുത്ത് പറയൂന്ന് പറഞ്ഞ് എപ്പോഴും പേടിപ്പിച്ചോണ്ടിരിക്കുന്നേ? പോയി പറയുന്നേ. ഓണർ എടുത്ത് പറയൂന്ന് പറഞ്ഞാ ഞങ്ങള് പേടിച്ച് വിറയ്ക്കൂന്ന് കരുതിയോ? തെറ്റ് ചെയ്യുന്നവരെ പേടിക്കേണ്ടുള്ളൂ. ഞങ്ങളിവിടെ എന്ത് തെറ്റാ ചെയ്തേ? വിജയുടെ കൈ മുറിഞ്ഞിരിക്കുക. അവളെ കൊണ്ട് ഇങ്ങനത്തെ ജോലിയൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല. ഒരു ഫ്രണ്ടായിട്ടോ കടയിൽ ജോലി ചെയ്യുന്ന വേറൊരു സ്റ്റാഫായിട്ടോ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. അതിൽ എന്ത് തെറ്റാ ഉള്ളേ? നോക്കിയമ്മനെ, ഞാൻ ഈ കടയുടെ സൂപ്പർവൈസറാ. അത് മാത്രമല്ല, കടയുടെ ഓണർ പറഞ്ഞത് ഈ വിജി എന്റെ കൺട്രോളിലായിരിക്കണമെന്നാ. ഞാൻ പറയുന്ന ജോലി അവള് ചെയ്തേ പറ്റൂ. ഇനി അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നീ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ആണോ ഉദ്ദേശമെങ്കിൽ നിന്നെ പറ്റി എനിക്ക് ഓണറോട് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. അതെന്നെ കൊണ്ട് വെറുതെ ചെയ്യിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പോയി കംപ്ലൈന്റ് ചെയ്യേ. എനിക്ക് ഈ ജോലി പോയാലും കുഴപ്പമില്ല. യമുനെ, ദയവ് ചെയ്ത് മിണ്ടാതിരിക്ക. എന്തിനാ ആവശ്യമില്ലാതെ അവരോടൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് കൈക്ക് വലിയ വേദനയൊന്നുമില്ല. ഇത് ഞാൻ തന്നെ ചെയ്തോളാം. നീ ചെല്ലു. ഇല്ല വിജി, ഇവരൊരുപാട് ഓവറായിട്ട്. ഞാൻ പറഞ്ഞതല്ലേ, നീ പോയി നിന്റെ ജോലി നോക്ക്. ഇത് ഞാൻ നോക്കിക്കോളാം. ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ മാഡം? ഇവളൊരു പാവം. ഇവളെ ഇനിയും കഷ്ടപ്പെടുത്തിയ ആർക്കാണേലും അത് നല്ലതിനായിരിക്കില്ല. എന്താടി, നീ എന്നെ ശപിക്കുകയാണോ? അടിച്ച് പല്ലുകൊഴിക്ക വേണ്ട നിന്റെ ഒക്കെ. അവനവന്റെ ജോലി എന്താണോ അത് മാത്രം ചെയ്താ മതി. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. എന്താ യമുനെ, പറഞ്ഞ മനസ്സിലാവില്ലേ? നീ ആദ്യം എവിടെ നിന്ന് പോ. ചെല്ല. എന്താടി, നീ വാ തുറന്ന് സംസാരിക്കാതെ നിന്റെ ഫ്രണ്ടിനെ കൊണ്ട് സംസാരിപ്പിക്ക? ഇതൊക്കെ ഒരുപാട് ഓവർ ആവുന്നുണ്ട്. ഇതിന്റെ അവസാനം കാണിച്ചു തരാടി. എന്തുപറ്റി? എന്താ ഇത്? കുറെ നേരം ഈ ബോക്സ് നടക്കുന്നത്. വേഗം എടുത്ത് മുകളിൽ കൊണ്ട് വെക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ അടുത്ത ലോഡ് വരുമ്പോ അതും ഇറക്കി വെക്കേണ്ട അവസ്ഥ വരും. സമയങ്ങളല്ലേ?